ഒരാളെ കാണാനില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക. ബാക്കിയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ ഈ സ്ഥിരീകരിക്കാൻ കഴിയുന്ന കാര്യം, ഇയാളെക്കുറിച്ച് മറ്റെന്തെങ്കിലും വ്യക്തിപരമായ ഡീറ്റെയിൽസ്, പേരോ മറ്റു വിവരങ്ങളോ ലഭ്യമാണോ? തിരച്ചിൽ ഇപ്പോഴും അങ്ങനെയെങ്കിലും ഫയർഫോഴ്സ് യൂണിറ്റൊക്കെ സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രതീക്ഷ, ഈ ഒരാളെ കാണാനില്ല എന്നത് സംബന്ധിച്ച് നമുക്ക് അല്പം കൂടി സ്ഥിരീകരണം ലഭിക്കേണ്ടിയിരിക്കുന്നു. ആളുകൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ കാണാനില്ല എന്നതാണ് ആളുകളുടെ ആശങ്ക. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഈ വെള്ളം മറിഞ്ഞപ്പോൾ കുറച്ചധികം ആളുകൾ സ്വയം നീന്തി രക്ഷപ്പെട്ട് കരയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാറുകയോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് ആളുകളുമായി പോവുകയോ ചെയ്ത് ഇതിന്റെ ഒരു ആശയക്കുഴപ്പമാണോ ഒരാളെ കാണാനില്ല എന്നൊരു സംശയത്തിലേക്ക് നയിച്ചത് എന്നതിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രദേശവാസികൾ, അവിടെ തന്നെ ഉള്ള പ്രദേശവാസിയാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചപ്പോൾ ഒരാളെ കാണാനില്ല എന്നൊരു ആശങ്ക പങ്കുവെച്ചത്. അത് ഫയർഫോഴ്സിനോടും അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ തിരച്ചിൽ നിർത്തിയിട്ടില്ല, തുടരുന്നുണ്ട് എന്നതാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വെള്ളം മറിഞ്ഞപ്പോൾ കുറച്ചധികം ആളുകൾ നീന്തി രക്ഷപ്പെട്ടു. ഇതിൽ പ്രായമായവരാണോ കുട്ടികളുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരം നമുക്ക് അടുത്ത മിനിറ്റുകൾക്കുള്ളിൽ ലഭ്യമാക്കാൻ കഴിയും. എന്തായാലും ആളുകൾ രക്ഷപ്പെട്ടു, സ്വയം നീന്തി രക്ഷപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ രക്ഷപ്പെടുത്തുകയും ചെയ്തവരുണ്ട്. അതിന് പിന്നാലെയാണ് വൈക്കത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. 2 യൂണിറ്റ് അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തിരച്ചിൽ നിർത്തിയിട്ടില്ല, തിരച്ചിൽ അവിടെ തുടരുന്നുണ്ട്. പ്രദേശവാസികൾക്ക് ഒരു ആശങ്കയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ കാണാനില്ല എന്നൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോയി ആരെങ്കിലും അവിടെ നിന്ന് മാറിയതാകാം. അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ പുഴയുടെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ നല്ല ആഴമുണ്ട്, നല്ല അടിയൊഴുക്കുള്ള ഒരു ഭാഗമാണ്. അടിയൊഴുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തിരയിളക്കമൊക്കെ തന്നെ കാണാൻ കഴിയുന്ന പുഴയാണ്. പുഴയുടെ സ്വഭാവം വെച്ചൊക്കെ നോക്കുമ്പോൾ അപകടം വലിയ അപകടമായിരുന്നു. മറ്റു വലിയൊരു ദുരന്തത്തിലേക്ക് പോകുമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബാക്കിയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഇനി ഒരാളെ കുറിച്ചെന്നുള്ളത് നമുക്കൊരു സംശയമായി നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി കരയ്ക്ക് കയറിയ ആളുകൾ, അവരുമായിട്ടൊക്കെ ബന്ധപ്പെടണം. ഇവരൊക്കെ ബാക്കിയുള്ളവർ എല്ലാവരെയും അവർക്ക് ഒപ്പം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? പല ആശുപത്രികളിലൊക്കെ ആണോ കഴിയുന്നത്? അതല്ല ഒരേ ആശുപത്രിയിലാണോ ഇപ്പോൾ അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? പ്രതീക്ഷ, രക്ഷപ്പെട്ടതിൽ കൂടുതൽ ആളുകൾക്കൊന്നും വലിയ ആരോഗ്യ പ്രശ്നമില്ല എന്നതാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. താലൂക്ക് ആശുപത്രിയാണ് തൊട്ടടുത്തുള്ളത്, വൈക്കം താലൂക്ക് ആശുപത്രിയാണ്. അവിടേക്കാണ് കൊണ്ടുപോകാനുള്ള ഏറ്റവും അടുത്ത മാർഗമുള്ളത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസിയും മെമ്പറും നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും അക്കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരണം. നമുക്കിപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. വൈക്കം ചെമ്പിൽ നടന്ന അപകടത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് മരണ വീട്ടിലേക്ക് പാണാവള്ളിയിൽ നിന്ന് കുന്നിലേക്ക് പോവുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. വളരെ ദൂരം കുറവാണ്. അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ സ്വാഭാവികമായും സാധാരണയായും ആശ്രയിക്കുന്നതാണ് ഈ വള്ളം വഴി പോവുക എന്നുള്ളത്. അങ്ങനെ പോകുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒഴുക്കുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കുറച്ചധികം ആളുകൾ ഈ മറിഞ്ഞു വീണപ്പോൾ തന്നെ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറച്ചാളുകളെ ബഹളം കെട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ വൈക്കത്തു നിന്നുള്ള ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ, വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികൾ, ജനപ്രതിനിധികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഏകോപിപ്പിക്കാൻ വേണ്ടി. പ്രാഥമികമായി എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നൊരു വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് അടക്കം ലഭ്യമായിരുന്നു. അതിനിടയിലാണ് ഒരാളെ കാണാനില്ല എന്നൊരു സൂചന കൂടി ലഭിക്കുന്നത്. എന്തായാലും ആ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ 2 പേരെ എത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് അല്പം പ്രായമുള്ള 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളെ ആണ് കാണാതായതെന്നാണ് പറയുന്നത്. അദ്ദേഹം രക്ഷപ്പെട്ട് മറ്റെവിടേക്കെങ്കിലും എത്തിയതാണ് എന്നത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്തായാലും ഒരാളെ കാണാനായില്ലെന്നൊരു ആശങ്ക അവിടെ ഉണ്ട്. അതുകൂടി പരിഹരിക്കാനുള്ള അതിനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നായാലും. എന്തായാലും വൈക്കത്തുള്ള ആശുപത്രിയിലേക്ക് 3 പേരെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് എന്നതുകൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. റിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രായമായ ഒരാളെ കാണാനില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ആ വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഒരു സംശയത്തിന്റെ പേരിൽ. വലിയ ആശങ്ക നിലനിൽക്കുന്നു.